നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പി കാണാം. ഇത് നമ്മൾ റവ വെച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അകത്ത് ചിക്കൻ്റെയൊക്കെ ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 2 വലിയ സവാള, 6 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തതാണ്. അതങ്ങിട്ട് കൊടുത്ത് ഉള്ളി പെട്ടെന്ന് വേണ്ടി വരുന്നതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഉള്ളി സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 3 കളർ ക്യാപ്സിക്കം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് സോഫ്റ്റായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതിലോട്ട് ശകലം കാശ്മീരി ചില്ലി പൗഡറും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ചിക്കൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചതൊന്നുമല്ല. ഇട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചത് വേവിക്കരുത്. അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. തുറന്ന് വെച്ച് തന്നെ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ നല്ലതായിട്ട് വെന്ത് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ സെപ്പറേറ്റ് വേവിച്ചത് ഈ സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ല കടിക്കാനായിട്ട് കിട്ടും. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ ബ്രസ്റ്റ് നല്ലതായിട്ട് വെന്ത് കിട്ടും. കാരണം നമ്മൾ ചെറിയ പീസുകളായിട്ടാണല്ലോ ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ 1 ടേബിൾ സ്പൂണ് ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയം തീ അങ്ങ് ഫുള്ള് കൂട്ടി വെക്കുക. വെള്ളത്തിൻ്റെ ഈർപ്പമയമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് വറുത്ത റവ ഇട്ട് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. റവയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിലാണ് തിരിക്കുന്നത്. ഇതിനൊരു 10 മിനിറ്റ് അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് റവ വെള്ളമെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തി ആയി വന്നിട്ടുണ്ട്. ഇതങ്ങ് മിക്സഡ് ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. മാവ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സഡ് ജാറ് കഴുകി 1/2 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. മാവ് നല്ല ലൂസി വേണം കിട്ടാനായിട്ട്, വെള്ളം പോലെ നല്ല ലൂസി വേണം ഇത് കിട്ടാനായിട്ട്. ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ശകല എണ്ണയോ ബട്ടറോ നിങ്ങൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് മൊത്തത്തിലങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. മാവ് മുകളിലൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കിതിൽ നിന്ന് വേവിച്ചെടുക്കാം. ഭാഗത്തൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലോട്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഇതുപോലെ ചുട്ട് അതിൻ്റെ മോടി ഇട്ട് കൊടുക്കുക. അല്ല ഇതിലോട്ട് ഒട്ടിപ്പോകും കേട്ടോ. റവ വെച്ചുണ്ടാക്കിയ ഷീറ്റ് നല്ല സോഫ്റ്റുമാണ്. അതുപോലെ മുറിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഷീറ്റ് ഒരു കട്ടിംഗ് ബോർഡിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നടുക്കോട് ഇതങ്ങ് മടക്കി കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മസാല ചീസും കൂടെ എൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മസാല ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളിതിനെ മടക്കിയെടുക്കുക. ഒരു കോൺ ഷേപ്പ് പോലെ ഇതുപോലെ മടക്കിയെടുക്കുക. എല്ലാ ഭാഗവും അങ്ങ് ഒട്ടി വരുത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മടക്കിയെടുത്ത ഭാഗം താഴെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. ഫ്രൈ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടത് ഫ്രൈ വരുന്നതനുസരിച്ച് തിരിച്ച് മറിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മസാല ചീസൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് ഒട്ടിയിരിക്കും കേട്ടോ. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകത്തില്ല. നമുക്ക് ഇത് കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് മുറിച്ച് കാണിച്ചു തരാം. ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ മസാല ചീസൊക്കെ വലിഞ്ഞ് വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഡിന്നറായിട്ടായാലും അതുപോലെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.